ഹായ്. എല്ലാവരും പറയും ഇരുട്ടാന്ന് പറയും. ആണ്, ഇരുട്ടാണ് തന്നെ. ഉണ്ടോ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇരുട്ടത്തുനിന്ന് മാറി വെളിച്ചത്തിലോട്ട് വന്നു. ഇരുട്ടത്തുനിന്ന് മാറി വെളിച്ചത്തിലോട്ട് വന്നിട്ട് ഒരു 10-15 വർഷമായി. കൂരിരുട്ടിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് വന്നതാണ് ഞാൻ. കൂരിരുട്ടിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നയാളാണ് ഞാൻ. വെയിൽ കൊണ്ടിട്ടും പല ജോലികൾ, റോഡ് പണി മുതൽ പറമ്പിൽ പണികൾ, കൊള്ളുകോലിൽ കല്ല് ചുമട്, സിമെൻറ്റ് ചുമട്, എന്താ എടുക്കാത്ത ജോലികൾ, ഇതെല്ലാം ചെയ്ത് ജീവിതം ഇങ്ങനെ പോരുവാണ്. ആ ജീവിതം മറിച്ച് നമ്മൾ മറിച്ച് നോക്കിയാൽ ഒരുപാട് കഷ്ടതകളുടെ നടുവിലൂടെ കടന്നു പോകുന്നതാണ് ഞാൻ. കഷ്ടതകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ടതയൊന്നുമല്ല. ഞാനൊരു 100 വയസ്സ് വരെ ജീവിച്ചാൽ എന്തൊക്കെ കഷ്ടതയിൽ കൂടി നമ്മൾ 100 വയസ്സ് ജീവിച്ചാൽ എത്ര കഷ്ടതകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ അനുഭവിച്ച് ഓരോ കാലഘട്ടത്തിൽ അനുഭവിച്ച് ജീവിതം ഇവിടെ വരെ എത്തി. ഇനി മുമ്പോട്ടേക്ക് എത്ര പോകണമെന്ന് നമുക്കറിയില്ല. ദൈവത്തിൻ്റെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം അങ്ങനെ പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് വന്നതാണ് ഞാൻ. ദൈവം എന്താണ് പറയുന്നത്, ഏത് വഴിയിൽ കൂടിയാണ് സഞ്ചരിച്ചാലും ദൈവം പറയുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച് വന്നതാണ്. പല വഴികളും നമുക്കുണ്ടാകും. നമ്മൾ ദൈവം പറയുന്ന വഴികൾ മാത്രം തിരഞ്ഞെടുത്ത് വന്നതാണ്. അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദുരിതങ്ങളുണ്ടായിട്ടുണ്ട്, പിന്നെ നല്ലതുണ്ടായിട്ടുണ്ട്, മോശം ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യത്തിലൂടെ മാത്രം സഞ്ചരിച്ച് നമ്മളിവിടം വരെ എത്തി. കിടക്കാനൊരു കിടപ്പാടമില്ലാതെ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടി. നമ്മൾ സ്വന്തമായിട്ട് കിടക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും വീടില്ലാഞ്ഞിട്ടും മോളെ വിവാഹം കഴിക്കാൻ വേണ്ടി വീട് വിറ്റു. പിന്നെ നമ്മൾ വാടകയ്ക്ക് പോയി. അതിൽ നിന്നൊക്കെ നമ്മൾ സ്വന്തം വീട്ടിൽ താമസിച്ചു. അവിടെ നിന്ന് നമുക്ക് അങ്ങനെ ഇറക്കി വിടേണ്ടത് അല്ലെങ്കിൽ ഇറങ്ങി പോരേണ്ട സ്ഥിതിയിലേക്ക് വന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദുരിതങ്ങൾ മാത്രമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ദൈവം മാത്രം എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു. ദൈവത്തിൻ്റെ കയ്യിൽ ഞാനും പിടിച്ചു. എൻ്റെ കയ്യിൽ ദൈവം മുറുക്ക പിടിച്ചു. ആ പിടുത്തം ഇന്നും ഞാൻ വിട്ടിട്ടില്ല. ഞാൻ എൻ്റെ ജീവൻ തുടിക്കുന്നത് വരെ, ജീവൻ്റെ തുടിപ്പ് ഉള്ളത് വരെ പിടിക്കും മുറുക്കെ ദൈവത്തെ. അത്രമാത്രം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ആളാണ്. വെറുതെ പറയുന്നതല്ല. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അനുഭവത്തിലൂടെയാണ് ഞാൻ ദൈവത്തിലേക്ക് ചെന്നത്. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ മുറുകെ പിടിച്ചേ പറ്റുള്ളൂ. നമ്മൾ ആരും വിശ്വസിക്കാതെ ജീവിക്കുക. അത് വിശ്വസിച്ചാൽ അവർ നമ്മളെ വഞ്ചിക്കും. 15 വയസ്സിൽ താലി കെട്ടിയ ആൾ നമ്മളെ വഞ്ചിക്കുമ്പം പിന്നെ നമ്മളെ വഞ്ചിക്കാത്തവരാരെങ്കിലും ആയിട്ടുണ്ടാവുമോ? ലോകത്തിൽ ആരും ഉണ്ടാവില്ല. ആരെയും നമ്മൾ വിശ്വസിക്കുന്നവരൊക്കെ നമ്മളെ വഞ്ചിക്കും. ആരും ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ പോകുന്ന വഴി നേർവഴിയായിരിക്കണം. ഇങ്ങനെ മാറ്റിവിട്ട് നമ്മൾ പോയാലാണ് വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ മുറുക്കെ പിടിക്കുക. നമ്മൾ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ബാക്കി ദൈവം നമുക്ക് പടിപടിയായിട്ട് തന്നോളൂ. ഓരോ കാര്യങ്ങളും ദൈവം പറയുന്ന വഴിയല്ലാതെ, നല്ല നേർവഴിയല്ലാതെ തെറ്റിലൂടെ നമ്മൾ പോയാൽ മറുവശത്ത് നമ്മൾ അതിൻ്റെ 100 ഇരട്ടി അനുഭവിക്കേണ്ടി വരും. ഒരുപാട് അവിഖ്യാതികളും ഒക്കെ പറയാൻ ആൾക്കാരുണ്ടാവും.
നമ്മൾ അതൊന്നും കേട്ടില്ല എന്ന് തന്നെ നടിക്കണം. കേട്ടില്ല, നമുക്ക് കേട്ടത് നമുക്ക് സങ്കടം ഉണ്ടാവും, പക്ഷെ അതൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞേക്കണം. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ നമ്മൾ വിട്ട് കളയുക. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുക. ഓരോ ദിവസവും സന്തോഷമായിട്ട് ജോലികൾ ചെയ്യുക. വെറുതെ ഇരുന്നാലും നമുക്ക് മുഷിച്ചില്ലല്ലേ. വെറുതെ നമ്മളിപ്പോൾ ഒരു വീട്ടിലിരിക്കുക, വെറുതെ ഇരിക്കുക, നമ്മൾ സ്വന്തം വീട്ടിലെന്ന് വിചാരിക്കുക. നമുക്കധികം ഇരിക്കാൻ പറ്റില്ല അല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യണം. വെറുതെ ഇരുന്നാൽ നമ്മുടെ മനസ്സിനുള്ളിൽ പിടിച്ചു വലിക്കുന്നുണ്ടാവും നമ്മൾ ഓർമ്മകൾ, പഴയ കഴിഞ്ഞു പോയ കാലങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വേദനകൾ ഉണ്ടാക്കി തന്ന ആൾക്കാർ, വേദനകൾ വേദനിപ്പിച്ചിട്ടുള്ളവരെ നമ്മളെ എപ്പോഴും നമ്മളെ ഇങ്ങനെ ഞെരുക്കി പിഴിഞ്ഞ് നമ്മുടെ രക്തം വരെ ഊറ്റിയെടുക്കുന്ന ആൾക്കാർ, അങ്ങനെ ഊറ്റിയെടുത്ത് ചണ്ടിയായി നമ്മളെ എറിഞ്ഞു കളയുന്നവർ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ ജനിക്കുമ്പോൾ ഒറ്റയ്ക്ക് ജനിക്കുന്നു. പല സാഹചര്യങ്ങളിൽ ഓരോ ആൾക്കാരും മക്കൾ വരുന്നു, വിവാഹം കഴിക്കുന്നു. അതൊന്നും നമ്മൾ ജനിക്കുമ്പോഴില്ല. ജനിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, ജനിക്കുമ്പോൾ ഒറ്റയ്ക്ക് ജനിക്കുന്നു, വളർന്നു വരുന്നു, പ്രായം ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ വിവാഹം കഴിക്കുന്നു. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാളായി. ആൾ നമ്മളെ നല്ലതായാലും ചീത്തയായാലും അയാളുമായി കുറച്ച് ജീവിക്കുന്നു, കുട്ടികളായി, പിന്നെ നമ്മളവരെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്നു, അല്ലെങ്കിൽ നമ്മളവരെ ഉപേക്ഷിക്കുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ഓരോ സാഹചര്യത്തിൽ ഓരോന്ന് സംഭവിക്കുന്നു. അത് ധൈര്യത്തോടെ നേരിട്ട് മുമ്പോട്ട് പോകുന്നതാണ് വിജയം. ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മൾ നേരിടുക എന്നുള്ളതാണ്. നേരിട്ട് നമ്മൾ ജീവിക്കുക. എന്തിനേയും അതിനൊരു ധൈര്യം നമുക്ക് ദൈവം തരും. ദൈവത്തെ മുറുക്കെ പിടിക്കുക, മുമ്പോട്ട് പോവുക. എന്ത് തടസ്സം വന്നു നിന്നാലും മാറ്റി നിർത്താൻ നമ്മൾ നേരെയുള്ള വഴിയെ സഞ്ചരിക്കുക. എൻ്റെ പാഠം അതാണ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.